ഹായ് കൂട്ടുകാരെ, ഞാൻ ലത്തീഫ് മയ്യരിച്ചത്. ഞാൻ ഇന്ന് പരിചയപ്പെടുന്നത് മജീദ് ഖാൻ. അതാണ് ഇൻക്യുബേറ്റർ മജീദ് ഖാൻ എന്ന് പറയും. 10 വർഷത്തോളം, ഏകദേശം 2015 തുടങ്ങിയ ഒരു ഇൻക്യുബേറ്റർ നിർമ്മാണമാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോ ആണ്. കാരണം നല്ല ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരുന്നു. 2016 നല്ല, അത് നമ്മൾ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ട് ഈ തെർമോകൂളറിന്റെ ഇൻക്യുബേറ്റർ ഉണ്ടായിരുന്ന മജീദ് ഖാൻ. അപ്പൊ മജീദ് ഖാൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയട്ടാം. നിങ്ങൾ ഈ സ്ഥലം എവിടെയാണ്? ശരിക്കും ലൊക്കേഷൻ എന്ന് പറഞ്ഞതാണ്. മലപ്പുറം കോട്ടക്കല് കുറുകത്താണി എന്ന സ്ഥലത്താണ് ലൊക്കേഷൻ വരുന്നത്. കുറുകത്താണല്ലേ? കോട്ടക്കന്ന് കുറച്ചുകൊണ്ട് ഉള്ളിലേക്ക് പറഞ്ഞല്ലേ? ഏകദേശം ഒരു 10 വർഷത്തോളം ആയി തുടങ്ങിയിട്ടില്ലേ? അതെ. അന്ന് ഒരുപാട് ആളുകൾ ഇത് പഠിച്ചു പോയില്ലേ? ഇതിന്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയർ ആയിട്ട് കൊറിയർ വഴി അയച്ചു കൊടുക്കും. കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് ഗ്യാരണ്ടി കൊടുക്കുന്നു, 1 ഇയർ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതാണ് നമ്മൾ മജീദ് ഖാന്റെ വർക്ക്ഷോപ്പ്. 6 ഐറ്റം ഇൻക്യുബേറ്റർ ഉണ്ട്. 6 ഐറ്റം, ഒന്നല്ല 6 ഐറ്റം സെമി ഓട്ടോമാറ്റിക്, ഫുൾ ഓട്ടോമാറ്റിക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഞാൻ അറിയാം കൂടുതൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മജീദ് ഖാക്ക് വിളിച്ച് ചോദിച്ചാൽ അറിയാം അതിന്റെ റേറ്റ് കാര്യങ്ങൾ അത് എങ്ങനെയാണെന്നുള്ളത്. കാരണം ഏകദേശം ഒരു 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും കൂടെയാണ് മജീദ് ഖാൻ. കേരളത്തിലേക്ക് മൊത്തം സ്ഥലത്തേക്കും മജീദ് ഖാൻ ശരിക്കും പോലെ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഏതൊക്കെ ഐറ്റാണ്, എത്ര ഐറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് എത്ര മുട്ടക്കണതാ? ഇത് 60 കോഴിമുട്ട വെക്കേണ്ട ഇൻക്യുബേറ്റർ ആണ്. മാനുവൽ ഇൻക്യുബേറ്റർ ആണ്. 60 കോഴിമുട്ട വെക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ആദ്യം പേപ്പർ വിരിക്കുക, അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക, ഈ നെറ്റ് വെക്കുക, ഈ നെറ്റ് അതിന്റെ കൂടെ ഉണ്ടാവും. എന്നിട്ട് ഈ കമ്പിന്റെ അളവ് വരെ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുക. അതെ 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 അതെ. 2 ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെൻസർ ഒരിക്കലും വെള്ളത്തിൽ തട്ടാൻ പാടില്ല. ഒരു കറക്റ്റ് പോയിന്റിൽ ഇതിൽ അഡീഷണൽ റിലേ ഒക്കെ ഉണ്ട്, എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെ, ഇതാണ് 100 കോഴിമുട്ട വെക്കേണ്ട മാനുവൽ ഇൻക്യുബേറ്റർ. മുട്ട വെച്ച് കൊടുത്താല് ജസ്റ്റ് നമ്മളിത് എല്ലാ കോഴിമുട്ടകളും കൈ തട്ടിയ രീതിയിൽ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുത്താൽ മതി. മതി മതി. പിന്നെ നമ്മൾ ഈ പാത്രത്തിന്റെ അളവ് വരെ നമ്മൾ വെള്ളം വെച്ചെടുക്കണം. മാത്രമേ പറഞ്ഞ മരിക്കുന്നത് 100-120 ലെവലില് കോഴിമുട്ട വെക്കാൻ പറ്റും. ഇതിന്റെ റേറ്റ് വേണ്ടി 2000 രൂപ റേറ്റ് വേണ്ടത്. കൊറിയർ ചാർജ് അടക്കം 2200 റേറ്റ് വരുന്നത്. ഇതിപ്പോ ആളുകൾക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിങ്ങനെ പൊടിച്ച് തിരിച്ചാനോ മറിച്ചുണ്ടാക്കാനോ. പക്ഷേ നല്ല രീതിയിൽ നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട്. ഇതില് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതിൽ ഏകദേശം 60 മുതൽ 70 കോഴിമുട്ട വരെ നമുക്ക് വെക്കാം. മുട്ട അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. മുട്ട വെച്ച് കൊടുത്താൽ മതി. അപ്പൊ മുട്ട വെച്ചാൽ ലിവർ ലിവർ പറഞ്ഞ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കമ്പി ജസ്റ്റ് ഒന്ന് ഈ ഹോൾസ് കൂടി ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. കിടന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇറപ്പാക്കാൻ നിൽക്കൊന്നും വേണ്ട. നമ്മൾ ഈ ഒരു ലിവർ ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ വരില്ല. മുട്ട വെക്കാൻ പറ്റുന്ന സെമി ഓട്ടോമാറ്റിക് ആണ്. മറ്റേതാവുമ്പോഴെന്ന് വെച്ചാൽ 100 മുട്ട വെക്കാം. അപ്പൊ ഈ സാധനം ഉണ്ടാവില്ല. ഇതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ. കാരണം ഇത് കിടന്നിട്ട് മുട്ട ഇഷ്ടാനും പെറ്റാനും നിൽക്കൊന്നും വേണ്ട. അപ്പൊ ഇത് രണ്ട് പ്രാവശ്യം തിരിച്ചു കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ രാവിലെ വൈകുന്നേരം ഒന്നും തിരിച്ചു കൊടുത്താൽ മതി. പിന്നെ 40 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. 40 മുട്ട വെക്കുന്നത്. ജസ്റ്റ് ഇതിന്റെ കമ്പി കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പൊ കോഴിമുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങും. നമ്മളൊരു മുട്ട കാണിക്കാൻ വേണ്ടി മുട്ട വെച്ചു. അപ്പൊ ആ ലിവർ ഇവിടെ ഉള്ള ഒരു ലിവർ ഞങ്ങൾ വലിക്കുക. ജസ്റ്റ് എന്തെങ്കിലും വലിച്ചു കൊടുത്താൽ മതി. കോഴിമുട്ട തിരിയും. ഇതാകുമ്പോൾ നല്ലൊരു ഉപകാരമാണ്. കാരണം നമ്മുടെ മുട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ ലിവർ നീക്കി കൊടുത്താൽ ഇവിടെ സ്കൂറാണ് പുറത്തേക്ക് ഒരു ഹോൾസ് ഇട്ടിട്ടുണ്ട്. ആ ഹോൾസ് കൂടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണ് ചെയ്യണത്. 1 മണിക്കൂറിൽ ചിലവർ കാണാൻ 10 മിനിറ്റും 15 കൂടുമ്പോൾ ഇതങ്ങനെ ഇറക്കിക്കൂടും. അതിനൊന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇറക്കി കൊടുത്താൽ മതി. അതാണ് ഈ ഒരു ഇതുകൊണ്ട് ഉള്ള ഉപകാരം കേട്ടോ. ഇതിപ്പോ നല്ലൊരു ഉപകാരപ്പെട്ട ഒരു ഇൻക്യുബേറ്ററും കൂടിയാണ്. ഇപ്പോൾ ഇത് ചിലർ ഇത് തുറന്ന് ഇത് തിരിച്ച് മറിച്ച് ഉണ്ടാക്കാൻ എഴുതി മറിച്ച് ഇട്ടൊക്കെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഇതിന്റെ റേറ്റ് വേണ്ടത് 1700. പിന്നെ 200 രൂപ കൊറിയർ ചാർജ് ഉണ്ട്. കൊറിയർ ചാർജ് അടക്കം ഒരു 1900 വരും. ഈ ഒരു ഇൻക്യുബേറ്റർ ഞാൻ ഫസ്റ്റ് ആണ് കാണാനായിട്ട്. കാരണം ഫുൾ ഓട്ടോമാറ്റിക് ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ നമുക്ക് വെക്കാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട്. ഇത് നമ്മൾ ലിവറും കാര്യം ലിവറും കാര്യം തിരിച്ചെടുക്കുന്നു വേണ്ട. ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്ക് ചെയ്യില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ട്രൈ വർക്ക് ചെയ്യും. 35 മുട്ട വെക്കാം. 35 കോഴിമുട്ട വരെ വെക്കാൻ. ഇതിന്റെ റേറ്റ് എത്ര വരുന്നുണ്ട്? ഇത് റേറ്റ് വേണ്ടത് 3000 റേറ്റ് വേണ്ടത്. കൊറിയർ ചാർജ് എടുക്കാന്നുണ്ട് 3200 റേറ്റ് വരിക. കേരളത്തിൽ എല്ലാത്തും നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കും. ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിട്ട് ഒരാഴ്ചയായി. മുട്ടക്കോയാണ്. റേറ്റ് എത്ര? ഇത് റേറ്റ് 35 രൂപ കൊടുക്കണ്ടേ. ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. 35 രൂപ അല്ലേ?